ഹലോ, അപ്പം ഇന്ന് ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഓൺ വോയിസ് വീഡിയോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ഇടുള്ളൂ. എനിവേ, അപ്പം എൻ്റെ അടുത്ത് ഒരാൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് മൈ സ്കിൻ കെയർ റൂട്ടീൻ. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ എനിക്ക് ഇന്ന പ്രൊഡക്ട്സ് ഇല്ല. ഐ മീൻ ഇന്ന മോയ്സ്ചറൈസർ, ഇന്ന സിറം, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അങ്ങനെ നോക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പലതിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഐ ഡിഡൻ കെയിം ടു ലൈക്ക് വൺ പ്രൊഡക്റ്റ്, അതാണ് എനിക്ക് ഇത്ര റിസൾട്ട് തന്നത്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. സോ ഇനി വരെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഈ മമ്മ എർത്തിൻ്റെ ഫേസ് വാഷാണ്. ഇതുകൊണ്ട് ഡെർമാക്കോയുടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിലും എനിക്കിഷ്ടം കുറച്ചുകൂടി ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫേസ് വാഷ്. ഞാൻ ഇനിയും കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കെയർസും കഴിയാറായി. അപ്പോൾ അടുത്തൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിയതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും. അതാണ് ഞാൻ ഇങ്ങനെ നിങ്ങളൊരു സ്കിൻ കെയർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തത്. ആൻഡ് ബൈ ദ ബൈ എൻ്റെ സ്കിൻ എന്ന് പറയുമ്പം ഓയിലി സ്കിന്നാണ്. ഓക്കെ, അപ്പം എനിക്ക് ഞാൻ ഇവിടെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക, ഇവിടെ പറ്റില്ല. ഓയിലി സ്കിൻ ഉള്ളവർ മാത്രം എൻ്റെ സ്കിൻ കെയർ ഫോളോ ചെയ്താൽ മതി. സോ ഇതാണ് എൻ്റെ ഫേസ് വാഷ്. മമ്മ എർത്തിൻ്റെ പ്രോഡക്റ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ്, ദിസ് ഇസ് മൈ ഫേസ് വാഷ്. കംസ് ടു ദ മോയ്സ്ചറൈസർ, അതിലും എനിക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ പോൺസിൻ്റെതാണ്. ഞാൻ ആകെപ്പാടെ മാറ്റാതെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇതാണ്. അയ്യോ, എവിടെ ഫോക്കസ് ആവും. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ ഒരു മോയ്സ്ചറൈസറാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഇതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാം, മേക്കപ്പിൻ്റെ അടിയിലായാലും എല്ലാം. ഞാനിപ്പം ഒരു സ്കിൻ കെയർ ചെയ്തും കൂടെ കാണിച്ചു തരാം. ആൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിക്കാം. ഫസ്റ്റ് എന്നെപ്പറ്റി പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ വലുത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, ചെറുത്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഓൾമോസ്റ്റ് സ്കിൻ കെയർസ് ഒക്കെ കഴിഞ്ഞു. അതാണ് കഴിഞ്ഞ് കുറച്ചുകൂടെ റിവ്യൂ പറയാമല്ലോ. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇത് ഡോട്ട് ആൻഡ് കെയുടെയാണ്. പക്ഷെ ഇത് എൻ്റെ അമ്മയ്ക്കാണ് കൂടുതൽ ഇഷ്ടം. അമ്മയും ഓയിലി സ്കിന്നാണ്. സോ അമ്മയ്ക്ക് ഇത് വർക്കായി. പക്ഷെ എനിക്കിതത്ര, ഈ സാധനം അമ്മയ്ക്ക് വർക്കായി, പക്ഷെ എനിക്കിതത്ര അങ്ങോട്ടൊരു രസം തോന്നിയില്ല. അപ്പം അത് മോയ്സ്ചറൈസർ. ആൻഡ് ഓക്കെ, അവർ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് സൺസ്ക്രീൻ കാണിക്കാം. ആൻഡ് ഈ മോയ്സ്ചറൈസറും നല്ലതാണ്. ഇറ്റ്സ് ഫ്രം മിനിമലിസ്റ്റ്. ഇതും ഞാൻ യൂസ് ചെയ്യും. സോ ഇതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഞാൻ കാണിച്ചതാണ് മോയ്സ്ചറൈസർ ഫ്രം പോൺസ് ആൻഡ് ഫേസ് വാഷ് മമ്മ എർത്ത്. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫോർ ദ സൺസ്ക്രീൻ, ഇത്രയും സൺസ്ക്രീൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് സൺ അലർജി വരും. എനിക്ക് നല്ല സൺ അലർജി വരുന്ന ഒരാളാണ്. അപ്പോൾ സൺ അലർജി വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സൺസ്ക്രീനാണിത്. ഒരു യു വി ഡോക്സിൻ്റെ സൺസ്ക്രീൻ. ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് ഓൾസോ. ഓക്കെ, അവരവിടെ സംസാരിക്കുകയാണ്, അതാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ലൈക്ക് റെക്കോർഡ് വീഡിയോ. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് സൺ അലർജി വരുമ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഡോട്ട് ആൻഡ് കെ. ഇതിൻ്റെ എല്ലാ വേരിയൻറ്റും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബ്ലൂബെറി, വാട്ടർമെലോൺ, മിൻറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ദിസ് വേരിയൻറ്റ് ഇപ്പം എൻ്റെ കയ്യിൽ ഇതാണ്. ആൻഡ് ദെൻ ഇത് അക്വാലോജിക്കയുടേത്. ഇതിൻ്റെയും പല വേരിയൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനും എനിക്കിഷ്ടമാണ്. സോ ഇത്രയും ആണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ. സൺസ്ക്രീൻ ഞാനിങ്ങനെ മാറ്റി യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഇന്ന ഒരു പ്രൊഡക്റ്റ് ഇന്നതെന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡ്സ് മിനിമലിസ്റ്റ്, അക്വാലോജിക്ക, ഡോട്ട് ആൻഡ് കെ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ സ്കിന്നിന് ഇട്ടാൽ വേറെ ഹാംഫുൾ വരില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ബ്രാൻഡ്സാണ്. സോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ നൈറ്റ് മാത്രം സിറം യൂസ് ചെയ്യാറുണ്ട്. സാലിസിലിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. അതും ഈ ഡെർമാക്കോടെയാണ്. ഡെർമാക്കോടെ യൂസ് ചെയ്യും, മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്യും, പിന്നെ ഓർഡിനറിയുടെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന സിറംസ് എന്ന് പറയുമ്പം. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങോട്ടൊരു ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഓയിലി സ്കിന്നുള്ള ആളാണോ, ഡ്രൈ സ്കിൻ, എനിവേ എന്ത് കോമ്പിനേഷൻ ആയാലും നിങ്ങൾ ഡോട്ട് ആൻഡ് കെ, അക്വാലോജിക്ക, മിനിമലിസ്റ്റ് ഇവരുടെയൊക്കെ ബ്രാൻഡ്സ് ട്രൈ ചെയ്താൽ സേഫ് ആയിരിക്കും. വേറെ പ്രശ്നമൊന്നും വരില്ല എന്ന് തോന്നുന്നു. ഞാൻ അവരുടെ തന്നെ പല ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്. സോ എന്താണ്, ഞാൻ എങ്ങനെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരാം. സോ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ആ കമൻറ്റ് ചെയ്ത ആൾക്ക് കുറേ എന്നോട് പറ്റി നീ പോസ്റ്റ് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പം ഐ തിങ്ക് ആ ഒരാൾക്ക് ഇത്രയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഗെറ്റ് റെഡി വിത്ത് മീലോട്ട് പോകാം. ഓൾസോ ഒരു സാധനം കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ലാക്ടോകലാമിൻ്റെ ഈ ഒരു ടോണർ
സംടൈംസ് എപ്പോഴും മറന്നു പോകും. അതുകൊണ്ട് ഇതങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ പോയിക്കും. ഇത് ഓൾസോ ഐ എം റിയലി സോറി ഗൈസ്, ഐ ഫോർഗോട്ട് ടു ഷോ യു വൺ മോർ തിങ് വിച്ച് ഇസ് ലിപ് ബാം. ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് വാസലിൻ്റെ ഒരെണ്ണം ഉണ്ട്, പിന്നെ ഈ ഒരു ഡോട്ട് ആൻഡ് കെയുടെ ഗ്ലോസ് ബോസ്. ഇത് ഞാൻ ഉപയോഗിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടിന്നുണ്ട് ഇതിന് ചെറിയ. അപ്പം സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഇത് കൂടുതൽ യൂസ് ചെയ്യുക. അതർവൈസ് ഐ യൂസ് ദിസ് ലിപ്സ്റ്റിക്കിൻ്റെ കടിയിൽ. അപ്പം അതും കൂടി ഉണ്ട്. ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യണമുണ്ട്, എനിക്ക് എന്തൊക്കെ പറയണം എന്ന് അറിഞ്ഞൂടാ. സോ ഐ എം റിയലി സോറി. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ക്യാമറയിൽ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. ബട്ട് ഇനി ലെറ്റ്സ് സീ. ആൻഡ് ഡോണ്ട് മൈൻഡ് മൈ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദോസ് തിങ്സ് പ്ലീസ്. ഇത് പെട്ടെന്ന് എടുക്കണ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എനിക്ക് വേറെ എവിടെയും എനിക്ക് ലൈറ്റിംഗ് കിട്ടിയില്ല. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. മോയ്സ്ചറൈസർ ആകെ നമുക്ക് 50 മിനിറ്റ്സ് പോലും ഇല്ല റെഡി ആവാൻ. 12 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ബട്ട് സ്റ്റിൽ വി ആർ. കല്യാണമാണോ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടാവും മനസ്സിലായി. അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ പിന്നെ കല്യാണത്തിന് പോകുന്ന ഫുഡ് കഴിക്കാനാണല്ലോ, പിന്നെ മതി. സൺസ്ക്രീൻ കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ മേളിൽ കുറേ മേക്കപ്പ് ഇടുന്നതുകൊണ്ട് അത്ര സൺസ്ക്രീൻ വേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. ബാക്ക്ഗ്രൗണ്ടിൽ പല ഫോൺ റിങ് ചെയ്യുന്നത്, അമ്മ എൻ്റെ അനിയനെ വഴക്ക് പറയുന്നത് കുളിക്കാത്തതിന്, ഇതൊക്കെ കേൾക്കും. പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ്. മാക്സിമം ഞാൻ എൻ്റെ റൂമിൽ കഥ കടച്ചിട്ട് ആണ് ഇരിക്കുന്നത്, AC ഇട്ടിട്ട്. സോ നിങ്ങൾക്ക് അത്രയും ഫാൻ പോലും ഇട്ടിട്ടില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ചിലപ്പോൾ ഞാൻ ഈ പോർഷനൊക്കെ റെക്കോർഡ് ചെയ്യും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴും സംസാരിക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ഇത്ര സൗണ്ട് ഉള്ളൂ, സീരിയസ്ലി. അല്ലാത്ത സമയം ഇത്രയും സൗണ്ട് ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടിട്ടില്ല. ഭയങ്കര ധൃതിയാണ്. അതാണ് ഞാൻ പെട്ടെന്ന് സ്കിൻ കെയറും വേഗം പറഞ്ഞു പോണത്. ഐ എം സോറി. കാരണം ഞാൻ ഐ പ്രോമിസ് അടുത്ത വീഡിയോയിൽ ഞാൻ സ്കിൻ കെയർ കാണിച്ചു തരാമെന്ന്. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് പുതിയ പ്രോഡക്ട്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് വന്നിട്ടില്ല ഇതുവരെ. ഐ തിങ്ക് നാളെ മറ്റന്നാളെ വരുള്ളൂ. അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ആ ചോദിച്ച ആളോട് പറയാനുള്ളത്, എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡ്സ് ഒക്കെ ട്രൈ ചെയ്യാം. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. കൺസീലർ ഇടാം, കാരണം ഇവിടേക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സുകൾ ഉണ്ട്. അതിനെയൊക്കെ നമുക്കൊന്ന് മറയ്ക്കണം. ഓക്കെ, അതവിടെ ഇരുന്ന് സെറ്റാകുമ്പോൾ ഐബ്രോ ചെയ്യണം. ഐബ്രോ പെൻസിൽ എടുത്തില്ല. സോ എനിക്ക് എഴുതാനൊന്നും സമയമില്ല. ഞാനപ്പോൾ ഈ ഒരു ജെല്ല് പോലത്തെ സംഭവം വെച്ചിട്ട് പെട്ടെന്നൊന്നിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ത്രെഡ് ചെയ്തത് കൊണ്ട്, ത്രെഡല്ല, അമ്മ വീട്ടിൽ ചെയ്തു തന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിരിക്കുന്നു. സോ ഇതിനൊന്ന് ചീകി കൊടുത്താൽ മതി നന്നായിട്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യണം? അതിന് നമുക്ക് കൺസീലർ ബ്ലെൻഡ് ആക്കാം. അതൊന്ന് കുറച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയം കൊടുത്തത്. സമയം കൊണ്ട് കൺസീലർ ബ്ലെൻഡ് ചെയ്യാം. ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം. സോ എടുക്കാം ലൂസ് പൗഡർ. KVBയുടെ ആണ്. അതിൻ്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അത് നമ്മളിങ്ങനെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ വെക്കാം. എവിടെയൊക്കെയാണ് നമ്മൾ കൺസീലർ ഇട്ടത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. ഇതെൻ്റെ മേക്കപ്പാണ്. ഇത് ശരിയാണെന്നൊന്നും ഞാൻ എവിടെയും പറയില്ല, ഞാൻ ചെയ്യുന്നതാണ്. എങ്ങനെയെങ്കിലും നമുക്കിതിനെ ഒലിച്ചിറങ്ങാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ ടാസ്ക്. ഇനി നമുക്ക് ഐഷാഡോ എടുക്കാം. ഇത് ഇപ്പം ഐഷാഡോയുടെ കാര്യത്തിൽ തീരുമാനമായി. മാഴ്സിൻ്റെയാണ്, മുംബൈ എന്ന് പറയുന്നത്. ഞാൻ രാവിലെ ഇപ്പോൾ ഉറക്കണീറ്റേ ഉള്ളൂ. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഉറക്കണീറ്റതേ ഉള്ളൂ. സൗണ്ട് ശരിയല്ല. സോ ഇതിനകത്തുനിന്ന് ഈ ഒരു ഷെയ്ഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ആദ്യം.
ദൈവമേ കണ്ണടിച്ച പോലെ ഇരിക്കുമോ എന്തോ, കാരണം ഇതിൽ നോക്കിയിട്ടാണ് ചെയ്യണം. ആൻഡ് എൻ്റെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ മൈ ഫേസ് ലുക്ക് സോ വിയേർഡ്. ദാറ്റ്സ് ഓക്കെ. എവിടെയെന്നൊന്നും നോക്കില്ല, ഞാൻ എല്ലായിടത്തും വരി ഇടാൻ പോവാം. ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലഷ് ഇടുന്ന ബ്രഷാണ്, പക്ഷെ കുഴപ്പമില്ല. എനിക്കിനി കുറച്ച് ബ്ലഷ് ഇടാം. ഇതിനൊരു ബ്രഷാണ്, കൈ കൊണ്ട് ബ്ലെൻഡ് ആക്കാൻ ഏറ്റവും നല്ലത്. എഴുതിയിട്ട് വരാം. ഒന്നാമത് ഞാൻ നേരം വണ്ണം എഴുതിയാൽ പോലും കണ്ണ് ശരിയാവില്ല. സോ ഞാൻ അവിടെയും കൂടെ പോയിട്ട് കണ്ണ് എഴുതിയത് ശരിയായിട്ടില്ല. രണ്ട് കണ്ണും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണ് ഞാൻ എവിടെയെങ്കിലും പോകാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പം ബ്ലഷ് ആക്ച്വലി ഇട്ടപ്പം കുറച്ചതായില്ല. അപ്പം ഞാൻ വെച്ച് ഈ കെ ബ്യൂട്ടിയുടെ ബ്ലഷ് എടുത്തിട്ട് കുറച്ചും കൂടി ഇടാം. ഞാൻ പ്രോഡക്റ്റ്സ് മെൻഷൻ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രോഡക്റ്റ്സ് മെൻഷനാക്കാൻ. അതുകൊണ്ടാണ് കുറച്ച് ഇതിൽ കാണുമ്പോൾ ബ്ലഷ് ഉള്ള പോലെ തോന്നും, പക്ഷെ ഇൻ റിയൽ അത്ര ഇല്ല. ഓക്കെ, നമ്മുടെ മേക്കപ്പ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. ഇനി മെയിൻ പാർട്ട് ലിപ്സ്റ്റിക്. ഇന്ന് ഞാൻ ഇടാൻ പോണത് ഇതാണ്, ഈ ലിപ് കോംബോ ആണ്. ഒന്ന് മാഴ്സിൻ്റെ ഡീപ്പ് ഡോൺ എന്ന് പറയുന്ന ലിപ് ലൈനറും ഹേർട്ട് തീഫ് എന്ന് പറയുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. രണ്ടിലെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. വരയ്ക്കുക ആദ്യം ലിപ്സ്. ഞാൻ ഇതുവരെ മുടി കിട്ടിയില്ല. ഞാൻ പൊട്ട് വെച്ചു. ഇനി മുടിയും കൂടെ സെറ്റ് ചെയ്തിട്ട് വരാം. ഹെയർ സെറ്റായിട്ടില്ല, ബട്ട് നമുക്കൊരു കമ്മലെടുക്കാം ഇതിനകത്തുനിന്ന്. കഴിഞ്ഞ വട്ടം ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടത് ഈ ഒരു കമ്മലാണ്. ഇത് കൊള്ളാം, പക്ഷേ ഇത് ഇട്ടാലോ, ഇട്ടോക്കാം. ഷോൾ ഇട്ടിട്ട് നമുക്ക് എൻ്റെ കട്ടില്ല അവസ്ഥ ഷോ ഇത് ഞാൻ വന്നിട്ട് വൃത്തിയാക്കണം.